പെരുന്നാൾ തീർന്നെങ്കിലും ഒട്ടുമിക്ക ഫ്രിഡ്ജുകളിലും ഇപ്പോഴും ഉണ്ടാവും ബീഫ് അല്ലേ? പെരുന്നാളിൻ്റെ ഓർമ്മയ്ക്ക് ഇതാരും പുറത്ത് പറയാൻ പോണില്ല, കാരണം പെരുന്നാൾ തീർന്നിട്ട് ഇത്രയും ദിവസമായില്ലേ, അതുകൊണ്ട് പുറത്ത് പറയണ്ടെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷേ ഇതൊരു സത്യാവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ബീഫ് വെച്ചിട്ട് ഇന്നൊരു അടിപൊളി സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇതോടുകൂടി നമ്മുടെ ബീഫ് തീർന്നു. അപ്പം ഒരു കപ്പ ബിരിയാണിയാണ്. കപ്പ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട സാധനം ഓഫ് കോഴ്സ് കപ്പയാണ് അല്ലേ. പുറംതൊലിയൊക്കെ കളഞ്ഞ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിക്കാനുള്ള പാകത്തിന് നമ്മൾ കൊത്തിയെടുക്കൂലേ, അമ്മാതിരി കൊത്തിയെടുക്കണം. കൊത്തിയെടുത്ത കഷ്ണങ്ങളാണ് ദാ ഈ കാണുന്നത്. 9 മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനൊരു 4 പീസ് അതായത് അത്യാവശ്യം വലിപ്പമുള്ള 4 എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് കണക്കാക്കിയുള്ള സാധനങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒരു 10 ചെറിയ ഉള്ളി, പിന്നെ ഒരു 3 കുടം വെളുത്തുള്ളി, പിന്നെ ഒരു 4 പച്ചമുളക്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൽ 4 പച്ചമുളക് ഞാൻ എടുത്തിട്ട് എരി കൂടുതലായിരിക്കും എന്ന് കരുതിയിട്ട് ഞാൻ മാറ്റിയിട്ട് 2 പച്ചമുളക് ഇട്ടിട്ടുള്ളൂ. ഈ ഒരു പാകത്തിന് ഞാൻ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 1.25 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ബീഫ് ഞാൻ കുക്കറിലോട്ട് ഇട്ടിട്ട് ഞാൻ ഈ ചതച്ച് വെച്ച സാധനങ്ങൾ, പെരിഞ്ചീരകം, മഞ്ഞപ്പൊടി, ഉപ്പ്, ഇത്രയും സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് ഞാനൊന്ന് കുക്കറിൽ ഒരു 5 വിസിലോളം കേൾപ്പിച്ച്, കാരണം ബീഫാണല്ലോ, ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടണം. അതായത് നന്നായിട്ട് വേവണ്ട, ഒരു ഏകദേശം 1/4 വേവായിട്ട് പിന്നെ നമുക്ക് മാറ്റി ചട്ടിയിലോട്ട് വെച്ചിട്ട് വേറൊരു രീതിക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 അല്ലെങ്കിൽ 4, നിങ്ങളുടെ ബീഫിൻ്റെ മുറ്റം എത്രയാണോ അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ബീഫായതുകൊണ്ട് ചിലപ്പോൾ വേവാൻ കുറച്ച് പാടായിരിക്കും എന്ന് കരുതിയിട്ട് അതിനൊരു 5 വിസിലാണ് ഞാൻ കേൾപ്പിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ കപ്പ മാത്രം അടുപ്പിൽ വെച്ച് വേവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കപ്പ ഞാൻ അടുപ്പിലാക്കിയിട്ടുണ്ട്. ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം, അതായത് അത്യാവശ്യം വലിയൊരു പാത്രം തന്നെ നമ്മൾ എടുക്കണം. അതിൽ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചാലേ നമുക്ക് അതിനൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇല്ലേ, ഓൾറെഡി നമ്മൾ ഇറച്ചിയിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ബാക്കി പകുതി എടുത്ത് ഇതിലോട്ട് ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്ത ശേഷം ചെറിയുള്ളി, അതായത് ചെറിയുള്ളിയാണ് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്ന ഒരു സംഭവം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 25 ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. എടുത്ത് ചെറുതായിട്ട് 2ആയിട്ട് കട്ട് ചെയ്താണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ അരിഞ്ഞു വെച്ചേക്കുന്ന 9 സവാള, ഇത് ഇത്രയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കും. ആ ഗ്യാപ്പിൽ ഞാൻ നമ്മുടെ പൊടികളൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, പെരിഞ്ചീരകം, ഇതെല്ലാം നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് എടുക്കാനുള്ളത്. ഞാനിവിടെ മുളക് പൊടി കുറച്ചേ എടുത്തിട്ടുള്ളൂ, കാരണം നമുക്ക് എരി കുറച്ച് മതി, അതുകൊണ്ട് ആവശ്യത്തിനുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും കൂടി ഒന്ന് ചൂടാക്കിയെടുക്കണം. പിന്നെ നമ്മുടെ അലുക്കുലുത്ത സാധനങ്ങളില്ലേ, അതും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ആ പൊടികളൊന്ന് ചൂടാക്കിയെടുക്കണം. അതായത് ഇതൊരു നല്ല പുക ആയതുകൊണ്ടാണ് നിങ്ങൾക്കിത് വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഇല്ലാതെ പോലെ കാണുന്നത്. എന്നിട്ട് അതൊന്ന് അപ്പോഴേക്കും നമ്മൾ ഈ ഉള്ളിയില്ലേ അതൊന്ന് നല്ലോണം വഴണ്ട് കിട്ടും. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിരുന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. എന്നിട്ട് എനിക്ക് എണ്ണ കുറവാന്ന് തോന്നിയുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. വളരെ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് ഞാൻ ഈ നമ്മുടെ വഴറ്റി വെച്ചിരിക്കുന്ന സാധനം ഒന്ന് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികളില്ലേ, ആ പൊടികളൊന്ന് സെൻറ്ററിലോട്ട് ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ചെടുത്ത ശേഷം അതൊന്ന് മിക്സാക്കി കൊടുക്കണം. ഈ ഉള്ളിയും ഈ പൊടികളും കൂടി ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് പതിയെ മാത്രമേ മിക്സാക്കാവുള്ളൂ. കാരണം പൊടികൾ ചിലപ്പം പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് പതിയെ ഒന്ന് മിക്സാക്കി മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുക്കണം. 5 വിസിൽ കേട്ട് നമ്മുടെ ഇറച്ചി നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല മുഴുവൻ വെന്തിട്ടില്ല, ഒരു 1/4 വേവേ ആയിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ആ ഇറച്ചി എടുത്ത് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതായത് നമ്മുടെ ഈ മസാല ഇട്ട് നമ്മൾ മിക്സാക്കി വെച്ചിട്ടില്ലേ, അതിലോട്ട് ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സാക്കി അടച്ച് വെച്ച് വേവിക്കണം. നമ്മുടെ കപ്പ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലോണം വേവണം. പക്ഷേ നമ്മുടെ ഈ കപ്പ ഇത്തിരി പാളിപ്പോയി, അതുകൊണ്ട് ചെറുതായിട്ടേ വെന്തുള്ളൂ. പക്ഷേ എന്നാലും ടേസ്റ്റ് വൈസ് നല്ലതായിരുന്നു. എന്നിട്ട്
ഈ കപ്പ നമ്മൾ ഇതിലോട്ട് എടുത്തൊന്ന് മിക്സാക്കി കൊടുക്കുന്ന സമയത്ത് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. കപ്പ വെന്തതിൻ്റെതും പിന്നെ ഈ നമ്മുടെ കറിയുടെയും ഒക്കെ നല്ല മണം വരുന്നുണ്ട്. എന്നിട്ട് നമ്മളത് നല്ലോണം മിക്സാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്, ഇതിന് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും തേങ്ങ വറുത്ത് വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തേങ്ങ കൊത്ത് എടുത്ത് വെച്ച് വറുത്തൊന്ന് എടുക്കുന്നുണ്ട്. വറുത്ത തേങ്ങ നമ്മുടെ ഈ കൂട്ടിലോട്ട് എടുത്തങ്ങ് ഇട്ട് കൊടുക്കണം. അതും കൂടെ ആകുമ്പോൾ ഭയങ്കര മണമാണ് കേട്ടോ. മണം മാത്രമല്ല, ടേസ്റ്റ് വൈസ് നല്ല അടിപൊളിയാണ്. നമ്മളെല്ലാം അടിപൊളിയായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് സവാളയും കൂടെ അരിഞ്ഞത് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു.